വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്ത സമയത്ത് ക്രിയേറ്റ് ചെയ്ത ലാസ്റ്റ് ലോവർ ലോയാണത്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈയുടെ മുകളിലേക്ക് നോക്കിയാൽ കാണാം, ഇന്നലെ വന്ന് പോയിട്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നിവയെ അതിന്റെ കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നോക്കാനുള്ള ഒരു മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ലൈന് സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൂടുതൽ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ നമ്മൾ മെൻഷൻ ചെയ്തൊരു ഏരിയ ആയിരുന്നു ഈ ഒരു ഇംബാലൻസ്. ഈ ഇംബാലൻസിലേക്ക് വരുന്ന സമയത്ത് ഒരു മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇന്നലെ വന്നതിന് ശേഷം നിന്നും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലൈനിന്റെ മുകളിലേക്ക് ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയിട്ട് താഴോട്ടേക്കാണ് ഇറങ്ങി വന്നിരുന്നത്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഏരിയയിലേക്ക് ഇന്നലെയും മാർക്കറ്റ് കയറി വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വന്നു. അപ്പൊ ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി അതിന്റെ മുകളിൽ ഒരു FVG കൂടി ഉണ്ട്, അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് എടുത്തിട്ടില്ല ഇതുവരെ. ആ ഒരു FVGനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ മുകളിൽ വീണ്ടും ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ നടന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ സപ്ലൈ നടന്ന ഏരിയയിൽ നിന്ന് ഏരിയയെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇംബാലൻസ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവരിലേക്ക് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു പക്ഷെ നമുക്ക് എൻട്രി സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇനിയും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ കാണുന്ന ഏരിയ. നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയൊരു സ്ഥലമാണ്. അപ്പൊ ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ട്. മുകളിലോട്ട് പോയി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഓൾറെഡി മിസ്സായിട്ടുണ്ട്. എനിവേ നമുക്ക് ഇനി ഒരു സാധ്യത എന്ന് പറയുന്നത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നോക്കിയാൽ കാണാം, ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. നമുക്ക് ഈ ഒരു FVG ഉള്ള ഏരിയയിൽ നിന്നാണ് നമുക്ക് എൻട്രി എക്സ്പെക്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു യെല്ലോ ലെവലിലേക്ക് നമുക്ക് എൻട്രി സാധ്യത കാണുന്നുണ്ട്. സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴോട്ടേക്ക് ഇറക്കി വെച്ച് ഈ ലെവലിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഡയറക്റ്റ് ഇങ്ങോട്ട് താഴോട്ടേക്ക് ഇറങ്ങാതെ ഓൾറെഡി നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് ഒരു ടാർഗറ്റ് ഹിറ്റ് ആവാനും സാധ്യത ഉണ്ട്. ഓൾറെഡി നല്ലൊരു മൂവ്മെന്റ് ഇവിടുന്ന് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷെ ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം, അതായത് ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം ഒരുപക്ഷെ താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട്. ബ്ലാക്ക് ലൈൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു FVG ഉണ്ട്. ഏറെക്കുറെ FVG വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അത് ഡയറക്റ്റ് എത്തണമെന്നില്ല. മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും വീണ്ടും കയറി പോവുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും FVGയിലേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് എക്സ്പെക്ട് ചെയ്യുക, ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. കാരണം ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ FVG കൂടിയാണത്. അപ്പൊ അവിടെ വന്ന് ഒരുപക്ഷെ കുറച്ചു നേരം ഒന്ന്
ഹോൾഡ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ തന്നാലോ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. FVGയിൽ നിന്നിട്ട് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് താഴോട്ടേക്ക്. അങ്ങനെ വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ യെല്ലോ ലൈൻ വരെയൊക്കെ നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടിയേക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാറ്റേണിലേക്ക് ആയിരിക്കാം വരാനുള്ള സാധ്യത കാണുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്കാണ്. അത് ഒരുപക്ഷെ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് മുകളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്, ഈ ഒരു FVGനെ റെസ്പെക്ട് ചെയ്യാതെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഈ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണ്, അതായത് ഈ സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരു സഡൻ ബ്രേക്ക് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം കുറെ നേരമായിട്ട് കൺസോളേഷൻ നടക്കുകയാണ്. അപ്പോൾ ഒരു സഡൻ ബ്രേക്ക് ആയ ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ സഡൻ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഒരു റിടെസ്റ്റ് വരിക. റിടെസ്റ്റ് ഒരു പക്ഷേ ഒരു ഫുൾ റിടെസ്റ്റ് ആയിരിക്കില്ല, ഒരു ചെറിയൊരു റിടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്രേഡിന്റെ ടാർഗറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സെൽ ട്രേഡ് എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണ്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്തി. ഈ ഒരു സപ്പോർട്ടിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ ആ ബൈ എൻട്രി നമുക്ക് ഏറെക്കുറെ ഈ ലെവൽ വരെയൊക്കെ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇത്രയാണ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനുശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.